ഗുഡ് മോർണിംഗ് ബിലവഡ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു? എത്ര പേർ നമ്മളെ ഓൺലൈനിൽ കേൾക്കുന്നു? ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ PDF ഫയലുണ്ട്. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്താൽ ഇന്ന് വായിക്കുന്ന എല്ലാ വചനങ്ങളും നിങ്ങൾക്കതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇന്നലെ നമ്മൾ ബിലവഡിൽ സംസാരിക്കുകയായിരുന്നു. എനിക്ക് തോന്നി ഇന്നത്തെ വിഷയം അത് ശരിയായിട്ടുള്ള കാര്യമായിരിക്കും ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ പരിശുദ്ധാത്മാവിന് നന്ദി അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്നലെ എനിക്ക് ഫോൺ വന്നപ്പോൾ ഞാൻ മെസ്സേജിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് ഈ വിഷയം എൻ്റെ ഹൃദയത്തിലേക്ക് തന്നു. എനിക്ക് വിശ്വാസമുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന്. ഇന്നത്തെ മുഖ്യ ടൈറ്റിൽ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിതാണ്: എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്, അതിൻ്റെ ഉത്തരം അത് നിങ്ങളാണ്. യേശു ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. മുന്നോട്ട് വചനത്തിലേക്ക് നമുക്ക് പോകാം. വചനത്തിൽ നമുക്ക് വായിക്കാം. എനിക്ക് വിശ്വാസമുണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് എല്ലാവരോടും അവൻ സംസാരിക്കും. നമ്മൾ വചനം വായിക്കുമ്പോൾ കേൾക്കുമ്പോഴും. എത്ര പേർ ഇന്ന് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്, അവൻ ഈ ലോകത്തിൽ വന്നു, അവൻ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ പോയി മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ചവൻ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ഏത് നിമിഷം നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചോ, നിങ്ങൾ അവൻ്റെ പ്രിയപുത്രന്മാരായി. നിങ്ങളും യേശുവും ഒന്നായി. പിതാവ് എന്താണ്? നമ്മളെ ആ അന്ധകാരത്തിൻ്റെ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് വിടുവിച്ച് പ്രിയപുത്രൻ്റെ രാജ്യത്തിലാക്കിയ, സ്നേഹത്തിൻ്റെ രാജ്യത്തിൽ. അതിൻ്റെ അർത്ഥം ഇതാണ്: വീണ്ടും ജനനം. ആ വീണ്ടും ജനനത്തിൻ്റെ അർത്ഥം ഇതാണ്: സ്വർഗത്തിൽ നിന്ന് ജനിച്ചത്. അതുകൊണ്ട് യേശു ഇപ്പോൾ പുറത്തല്ല, അവനിപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലാണ് വസിക്കുന്നത്. അവൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ എത്രയധികം പ്രശ്നങ്ങൾ വന്നാലും, അത് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയാണെങ്കിലും, അത് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റേതാണെങ്കിലും, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും എന്ത് പ്രശ്നം വന്നാലും, നിങ്ങളെപ്പോഴും ഒരു കാര്യം ഓർക്കുക: എല്ലാ പ്രശ്നങ്ങളും വരുന്നത് നിങ്ങളെ നിങ്ങളുടെ തിരിച്ചറിവിൽ നിന്നും വേർപെടുത്താനും നിങ്ങളുടെ ഉള്ളിൽ സംശയമുണ്ടാക്കുവാനുമാണ്. ആ പ്രശ്നം ഇതേ രൂപത്തിലാണ് വരുന്നത്. നമ്മളെ സംശയത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനല്ല, യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇല്ല. ഇതേ പരീക്ഷകളുടെ മുകളിൽ എനിക്കും നിങ്ങൾക്കും വിജയാളികളാകണം. എൻ്റെ ജീവിതത്തിലും എൻ്റെ വ്യക്തിപരമായി എനിക്കറിയാം, എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരുന്നോ, പ്രശ്നങ്ങൾ വരുമ്പോൾ പുറത്തു നിന്നാണത് വരുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങളുടെ, ഈ ലോകത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളുടെ ഉത്തരം അത് ലോകത്തിലല്ല, അത് സ്വർഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇത് പഠിക്കും. പ്രശ്നങ്ങളുടെ ഇടയിൽ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ പ്രശ്നങ്ങളുടെ മുൻപിൽ നമ്മൾ മറന്നു പോകരുത് നമ്മൾ ആരാണെന്നും. നമ്മൾ നമ്മുടെ തിരിച്ചറിവിൽ ഉറപ്പുള്ളവരായിരിക്കണം. നമ്മൾ മറക്കാതിരിക്കുമ്പോൾ നമ്മൾ ആരാണെന്ന്. നമ്മൾ ഈ വാഗ്ദത്തം പിടിച്ചുകൊള്ളുമ്പോൾ സ്വർഗീയ പിതാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പൂർത്തീകരിച്ചത്, നമുക്ക് ആ ദത്തപുത്രന്മാരാകാനുള്ള സ്ഥാനം തന്നു. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയാകും. ചില വചനങ്ങൾ നമുക്ക് പഠിക്കാം. ഞാൻ ചില വചനങ്ങൾ എടുത്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. യേശു ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവൻ്റെ തിരിച്ചറിവിലായിരുന്നു. അവനൊരു പുത്രൻ്റെ ജീവനാണ് ജീവിച്ചത്. ഞാനും നിങ്ങളും പഠിക്കാം എങ്ങനെയാണ് ഞാനും നിങ്ങളും യേശു ക്രിസ്തുവുമായുള്ള തിരിച്ചറിവിലൊന്നായിരിക്കുന്നതെന്ന്. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അവൻ അനേകം സഹോദരന്മാർക്ക് ആദ്യജാതനായിരുന്നുവെന്ന്. ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അവനെ എല്ലാ വസ്തുക്കളുടെയും മുകളിൽ അധികാരം കൊടുത്താണ് അവനെ സൃഷ്ടിച്ചത്. അത് ആകാശത്തിലുള്ള പക്ഷികളാണെങ്കിലും സമുദ്രത്തിലെ ജീവികളാണെങ്കിലും എല്ലാറ്റിൻ്റെയും മുകളിൽ അവന് അധികാരം നടത്തുവാനാണ് അവനെ ഉണ്ടാക്കിയത്. യേശുവും അതേ അധികാരത്തോടു കൂടിയാണ് സഞ്ചരിച്ചത്. ആദമിനുണ്ടായിരുന്ന അതേ അധികാരത്തോടു കൂടിയായിരുന്നു. പക്ഷേ എന്ത് കാരണമായിരുന്നു കൊടുങ്കാറ്റുകളും അവൻ്റെ വാക്ക് കേട്ടത്? ഈ ആത്മീയ സത്യങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നോട്ട് കൂടുതൽ അറിയാം. നമുക്ക് വായിക്കാം. യേശു ക്രിസ്തു ഇതെല്ലാം ചെയ്യാൻ അവന് സാധിച്ചത് എന്തുകൊണ്ടാണ്? അവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആത്മീയ മേഖല അറിയുന്നു നിങ്ങൾ ആരാണെന്ന്. പക്ഷേ എല്ലാ പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങളുടെ തിരിച്ചറിവിൽ നിന്ന് പുറത്താക്കുവാനാണ്. ഏത് നിമിഷം നിങ്ങൾ മറക്കുന്നോ നിങ്ങൾ ആരാണെന്ന്, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ കൊടുങ്കാറ്റിന് നടുവിലാണെന്ന്. ആ സ്ഥിരതയിൽ നിങ്ങളുടെ തിരിച്ചറിവിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ലക്ഷണങ്ങളും രോഗത്തിൻ്റേത് അത് പുറത്തു പോകുവാനിടയാകും. ആ പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങൾ മനുഷ്യനെ പോലെ ചിന്തിച്ചില്ല, നിങ്ങളൊരു പുത്രനെ പോലെ ചിന്തിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രശ്നങ്ങൾ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് തന്നെ തരാൻ സാധിക്കില്ല. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. എത്രയധികം വചനങ്ങൾ നമ്മൾ വായിക്കുന്നു നിങ്ങൾക്കറിയാമോ? ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം നിങ്ങളോടുകൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ സാക്ഷ്യങ്ങൾ എനിക്ക് വിശ്വാസമുണ്ട്, അതിൽ ജീവനുണ്ട്. അതുകൊണ്ടെന്നാൽ അത് പ്രശ്നങ്ങളുടെ ഇടയിൽ എനിക്ക് ലഭിച്ച എൻ്റെ തിരിച്ചറിവിനെ കുറിച്ചുള്ളതാണ്. ഞാൻ ആരാണെന്നുള്ളത് എത്രയധികം ഞാൻ എൻ്റെ തിരിച്ചറിവിനെ പിടിച്ചോ ആ പ്രശ്നങ്ങളുടെ ഇടയിൽ,
ആ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ മുന്നിൽ മുട്ടുമടക്കുവാനിടയായി. അങ്ങനെ തോന്നുമായിരുന്നു ഞാൻ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന്. പക്ഷെ ഞാൻ പ്രശ്നങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, പക്ഷെ ഞാൻ വചനം പിടിച്ചു. എനിക്കത് കാണുവാനിടയായി, അത് എന്നെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന്. എത്രയധികം നമ്മുടെ തിരിച്ചറിവിനെ പിടിക്കാൻ നമ്മൾ പഠിക്കുന്നുവോ, നിങ്ങൾ കാണാൻ സാധിക്കും പുറത്തുള്ള പ്രശ്നം, അത് പുറത്തുള്ള സാഹചര്യങ്ങൾ എല്ലാം തന്നെ മാറുവാനിടയാകും. വരും നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. നമുക്ക് വായിക്കാം 2 പത്രോസ് അതിൻ്റെ 1-2 വാക്യത്തിൽ നിന്ന് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്: ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇവിടെ വീണ്ടും നമുക്ക് വായിക്കാം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇപ്പോൾ സ്വർഗീയ പിതാവ് യേശു ക്രിസ്തുവിലൂടെ ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ചു. എല്ലാ വാഗ്ദത്തങ്ങളും പഴയ നിയമത്തിൽ ചെയ്തത് അതിലെന്തെങ്കിലും നിയമങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങൾക്കും എനിക്കും വേണ്ടി അത് ഉവ്വ് എന്നാണ്, ആമേനിലാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് വചനത്തിൽ നോക്കാം എങ്ങനെ നമ്മൾ അവൻ്റെ മഹത്വത്താലും വീര്യത്തിലും ഒന്നാവുന്നത്. നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും നമ്മൾ അവൻ്റെ സ്വർഗീയ സ്വഭാവത്തിന് കൂട്ടാളികളായിരിക്കുന്നുവെന്ന്. ഒരു അന്ധൻ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ അന്ധനായ വ്യക്തി അവൻ കാണാൻ തുടങ്ങി. അതുപോലെ നമ്മൾ അവൻ്റെ സ്വഭാവമായി ഒന്നാകുകയാണ്. കാണാൻ സാധിക്കാത്തതും അത് ലോകത്തിൻ്റെ വെളിച്ചമായി തീരും അവൻ്റെ വാഗ്ദത്തങ്ങളിലൂടെ. മുന്നോട്ട് വചനത്തിൽ നിന്ന് വായിക്കാം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിടവരുന്നു. ഏത് നിമിഷം ആദം ആ ഫലം ഭക്ഷിച്ചോ അവൻ്റെ പ്രാണൻ അത് പ്രശ്നത്തിലായി തീർന്നു. അതുകൊണ്ട് ഇന്ന് വരെ ലോകത്തിൽ നന്മതിന്മകളുടെ ചക്രത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. യേശുക്രിസ്തു അവിടുന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ ജീവൻ്റെ വൃക്ഷത്തിൽ ഭാഗവാക്കായിരിക്കുകയാണ്. അവനാണ് നമ്മുടെ ഹൃദയത്തെ പുതിയതാക്കുന്നത്. ഇപ്പോൾ ആ നന്മതിന്മകളിൽ നിന്ന് ഒന്നുമില്ല, എല്ലാം ജീവനിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് അവൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുന്നത്? ആ വാഗ്ദത്തങ്ങളിലൂടെ നമുക്ക് തന്നിരിക്കുന്നതിലൂടെ. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇവയാൽ നിങ്ങൾ ലോകത്തിന് മോഹത്താലുള്ള നാശം വിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. ഈ ലോകത്തിൻ്റെ ചക്രത്തിൽ നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും മരണത്തിൻ്റെ വൃക്ഷത്തിൽ നിന്നും ഉത്ഭവിച്ചതിൽ നിന്നെല്ലാം വിടുവിക്കപ്പെട്ട് നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുകയാണ്. പിന്നെ നമ്മൾ നമ്മളെ തന്നെ ലോകത്തിൽ നിന്ന് വിശുദ്ധരാക്കുകയാണ്. യോഹന്നാനിൽ എഴുതിയിരിക്കുന്ന പോലെ സത്യത്തിലൂടെ. ആ വചനം എന്തുകൊണ്ടെന്നാൽ വചനം അതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ ആ വാഗ്ദത്തങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതിൽ വിശ്രമിക്കുക മാത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ എല്ലാ പ്രശ്നങ്ങളും വരുന്നത് ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ്. ഇത് വ്യാജമാണ്. പക്ഷെ നമ്മൾ അതിനെ പിടിച്ച് അതിൽ വിശ്രമിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. എന്തുകൊണ്ടെന്നാൽ ആത്മീയ മേഖല അറിയുന്നു നിങ്ങൾ ആരാണെന്ന്. നിങ്ങൾക്ക് ആരെയും അത് കാണിക്കേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ വരുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ഒരു സംശയം, നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടാക്കുവാനാണ്, നിങ്ങൾ ആരാണെന്നുള്ളതിൽ. എല്ലാം അത് ജോലിയുടെ വിഷയത്തിലാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തോ ഇല്ലയോ, നിങ്ങൾക്ക് തോന്നുന്നു ഇത് തെറ്റായിപ്പോയി എന്ന്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലായിരിക്കാം. എല്ലാം വരുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടാക്കുവാനാണ്. യേശുവും നിങ്ങളും ഒന്നാണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ആ തിരിച്ചറിവിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ പ്രശ്നങ്ങളും അത് തന്നെത്താൻ അത് ഉത്തരത്തിലേക്ക് മാറുവാനിടയാകും. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പുറകെ നിങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തന്നെത്താൻ ഒരു ശരിയായ രീതിയിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ ലൂക്കോസ് അതിൻ്റെ 4-ാം അധ്യായം വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ലൂക്കോസ് അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 11:33 ഇവിടെ എഴുതിയിരിക്കുകയാണ്: വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വയ്ക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്ര വയ്ക്കുന്നത്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതെങ്കിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ
ഞാൻ ഈ വചനത്തിൻ്റെ മൂല്യഭാഷയിൽ ഗ്രീക്കിൽ ഇതിൻ്റെ വാക്ക് ഞാൻ തിരക്കി. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. ഇവിടെ എഴുതിയിരിക്കുകയാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ്. ആ കണ്ണ് എന്നുള്ളതിന് വേറൊരു അർത്ഥമുണ്ട്, അറിവ്. അതുകൊണ്ട് പൗലോസും എഫേസ്യർക്ക് എഴുതുകയാണ്, നിങ്ങളുടെ ആത്മീയ കണ്ണ് അത് പ്രകാശം വെളിച്ചമുള്ളതാവണം. എന്തുകൊണ്ടാണ്? നിങ്ങൾ കാണണം നിങ്ങളുടെ സ്വർഗീയ അവകാശങ്ങൾ എന്താണെന്ന്. അതവരുടെ അറിവിനെക്കുറിച്ചുള്ള കണ്ണിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ. ആ ചൊവ്വുള്ളത് എന്നുള്ളതിന് ഒരു അർത്ഥം കൂടിയുണ്ട്. ഒന്ന്, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അറിവ് അത് ഇരുമനസ്സുള്ളതാകാതെ സംശയമില്ലാത്തതായി ഒരു മനസ്സുള്ളതായിരുന്നാൽ. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ തിരിച്ചറിവിൽ രണ്ട് മനസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകാം. നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാണെന്ന്. നിങ്ങൾ ഒരു മനസ്സാകും. എന്തുകൊണ്ടെന്നാൽ ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, ഇരുമനസ്സുള്ളവർക്ക് ഒന്നും ലഭിക്കുകയില്ല എന്ന്. ഈ സംശയം അല്ലെങ്കിൽ രണ്ട് മനസ്സ് അത് ഉണ്ടാകുന്നത് വാഗ്ദത്തങ്ങളുടെ വിഷയത്തിലല്ല, പക്ഷെ നമ്മുടെ തിരിച്ചറിവിൻ്റെ വിഷയത്തിൽ നമ്മൾ ആരാണെന്നുള്ളതിലാണ്. ആ സമയത്ത് എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി നമ്മൾ സത്യത്തിൽ നിലനിൽക്കണം. അതുകൊണ്ട് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മൾ വായിച്ചതുപോലെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്, നമ്മുടെ അറിവിൻ്റെ കണ്ണ്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. അതിൻ്റെ അർത്ഥം ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. ഇത് നമ്മൾ എടുക്കേണ്ട തിരഞ്ഞെടുപ്പാണ്. എല്ലാ സാഹചര്യങ്ങളിലും ഒരു മനസ്സോടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നിങ്ങൾക്കറിയാമോ, അതേ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെയും എടുത്തുകൊണ്ട് ക്രൂശിലേക്ക് പോയപ്പോൾ അവൻ അടക്കപ്പെട്ടു. അതേ പരിശുദ്ധാത്മാവ് അവനെ 3-ാം ദിവസം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതേ പരിശുദ്ധാത്മാവ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു. അവനാണ് സാക്ഷ്യം പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച്, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ വാഗ്ദത്തങ്ങളും വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതാണ് നമ്മുടെ പ്രവൃത്തി. ശരീരം എന്ത് പറഞ്ഞാലും. വീണ്ടും നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, കണ്ണ് ചൊവ്വുള്ളതെങ്കിലോ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. അതിൻ്റെ അർത്ഥം എത്രയധികം നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ അകത്തെ മനുഷ്യത്വത്തിൽ നിലനിൽക്കുന്നുവോ, നിങ്ങളുടെ പുറത്തുള്ളതും തന്നെത്താൻ ശരിയാകും. അതുകൊണ്ട് യേശു ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ എത്തിയിട്ട് പറയുകയാണ്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. അവൻ്റെ തിരിച്ചറിവിലൂടെ ലാസറും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരികയാണ്. പുറത്തെ സാഹചര്യവും മാറുകയാണ്. എല്ലാം ചെയ്യേണ്ടത് യേശുക്രിസ്തുവിന് വേണ്ടി. അവൻ മറന്നില്ല അവൻ ആരാണെന്ന്. അവനൊരു സംശയമില്ലായിരുന്നു അവൻ്റെ തിരിച്ചറിവിനെ കുറിച്ച്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? നിങ്ങൾക്കറിയാമോ, പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമുക്കും പുറത്ത് അങ്ങനെ തോന്നാം. പക്ഷെ അതിൻ്റെ ഉത്തരം അത് പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അത് യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ആളുകൾ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ അവർക്കറിയാമായിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെ ഉത്തരം യേശു ക്രിസ്തുവിൻ്റെ അടുത്തുണ്ട്. അതുപോലെ ഒരു യേശു സഞ്ചരിച്ചു, ഇന്ന് ആ യേശു നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വസിക്കുന്നു. ഒരു ഓറഞ്ചിൻ്റെ വിത്തിട്ടാൽ ഓറഞ്ചിൻ്റെ ഫലമായിരിക്കും ലഭിക്കുന്നത്. മാങ്ങയുടെ വിത്തിട്ട് മാങ്ങ ആയിരിക്കും ലഭിക്കുന്നത്. യേശു ക്രിസ്തുവിനെ വിതച്ചപ്പോൾ ഒരുപാട് യേശുവാണ് ഉണ്ടായത്. നിങ്ങൾക്കറിയാമോ, പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ ഉത്കണ്ഠപ്പെടാതിരിക്കുക. നിങ്ങൾ സഹായത്തിന് വേണ്ടി മറ്റൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടാതിരിക്കുക. നിങ്ങൾ അറിയുക, പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ ചെവിയിലേക്ക് അത് എത്തിയിട്ടുണ്ട് എങ്കിൽ, അതിൻ്റെ ഉത്തരം അത് നിങ്ങളുടെ അകത്ത് തന്നെയാണ് വസിക്കുന്നത്. ആ പ്രശ്നത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമോ, അത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പ്രശ്നങ്ങളുടെ പുറകെ ഓടിയാൽ ചിലപ്പോൾ അതിന് ഉത്തരം ലഭിക്കുകയില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവമുണ്ട്. പക്ഷേ ആ സമയത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ മറക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾ ആ പ്രശ്നങ്ങളുടെ പുറകെ ഓടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനും സാധിക്കും, തന്നെത്താൻ ആ പ്രശ്നം അത് നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയാകും. അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകുവാനിടയാകും. മുന്നോട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസ് അതിൻ്റെ 4-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, യേശുവിനെ പരീക്ഷിച്ചതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. യേശു സ്നാനം ഏറ്റതിന് ശേഷം ഇവിടെ എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ അവൻ പരീക്ഷിക്കപ്പെട്ടു. അവൻ ഒരു വചനത്തിൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പിശാച് അവനെ പരീക്ഷിച്ചു എന്ന്. നിങ്ങൾക്കറിയാമോ, നമുക്ക് പരീക്ഷ നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാം സാത്താൻ കൊണ്ടുവന്നത് ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു. അത് അവൻ്റെ തിരിച്ചറിവിനെ കുറിച്ചായിരുന്നു. ഇന്നും
ഈ സമയത്ത് നമ്മൾക്ക് വേണ്ടിയും അതേ കാര്യം തന്നെയാണ് സാത്താൻ ഇന്നും എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ വിപരീതമായി കൊണ്ടുവരുന്നത്. ഒരേ ഒരു ചോദ്യവും കൊണ്ടാണ് വരുന്നത്, നമ്മുടെ തിരിച്ചറിവിനെ കുറിച്ച്. പക്ഷെ യേശു പറഞ്ഞിരുന്നു അവൻ്റെ തിരിച്ചറിവിൻ്റെ വിഷയത്തിൽ, ആ സാക്ഷ്യത്തിൻ്റെ വിഷയത്തിൽ പിതാവ് അവനെക്കുറിച്ച് പറഞ്ഞത് അവനറിയാമായിരുന്നു. ഇതാണ് സത്യം. ഈ തിരിച്ചറിവ് അവൻ പിടിച്ചുകൊണ്ടു. ഇതേ കാര്യമാണ് എൻ്റെയും നിങ്ങൾക്കും ചെയ്യാനുള്ളത്, എനിക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. വേറൊന്നിനെക്കുറിച്ചുമല്ല. ഇത് മാത്രം എന്തുകൊണ്ടെന്നാൽ എഴുതിയിരിക്കുന്നു, ഇതെൻ്റെ ദൈവത്തിൻ്റെ വചനമാണ് എനിക്ക് വേണ്ടി, ഞാൻ അവൻ്റെ പുത്രനാണ്. ഇതേ തിരിച്ചറിവിൽ ഞാൻ നിലനിൽക്കുന്നു. ഞാൻ എൻ്റെ തിരിച്ചറിവ് ഈ സൃഷ്ടിയിൽ നിന്നല്ല എടുക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ സൃഷ്ടികർത്താവിന് തിരിച്ചറിവ് ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ സൃഷ്ടിയിൽ നിന്ന് തിരിച്ചറിവ് എടുത്താൽ നിങ്ങൾ അതിൻ്റെ ദാസനാണ്. ദാസൻ ഒരിക്കലും അവകാശിയാവുകയില്ല. സൃഷ്ടിക്ക് നമ്മുടെ മുകളിൽ അധികാരം നടത്തുകയില്ല. പുത്രനാണ് സൃഷ്ടിയുടെ മുകളിൽ അധികാരം നടത്തുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. പിന്നെ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? യേശുവിന് ആ കല്ലിനെ അപ്പമാക്കുവാൻ സാധിക്കില്ലായിരുന്നു? അവന് ചെയ്യാൻ സാധിക്കുമായിരുന്നു. നമുക്ക് കാണാൻ വചനത്തിൽ സാധിക്കും യേശു എങ്ങനെയാണ് വെള്ളത്തെ വീഞ്ഞാക്കിയത് എന്ന്. അവനിൽ അങ്ങനെയുള്ള എല്ലാ അത്ഭുതങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. സാത്താൻ അവനോട് പറയുകയാണ്, ദൈവപുത്രനാണ് എങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കാൻ. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, റേമ ലോഗോസിനെ കുറിച്ച്. റേമ അങ്ങനെയുള്ളൊരു വചനമാണ് നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്. ആ വചനം പെട്ടെന്ന് ജീവനുള്ളതായി നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ലോഗോസ് എന്ന് പറയുന്നത് അത് എഴുതിയിരിക്കുന്ന വചനമാണ്. ഒരു പുത്രന്റെ ജീവിതം അതാണ്. നമ്മുടെ ജീവിതം റേമയിൽ അടിസ്ഥാനപ്പെട്ടിട്ടില്ല. എല്ലാ ലോഗോസ് എഴുതിയിരിക്കുന്ന വചനം അത് ലോഗോസിലേക്ക് മാറുകയാണ്. അതിൻ്റെ അർത്ഥം എനിക്കിപ്പോൾ പുതിയ വചനത്തിൻ്റെ ആവശ്യമില്ല. വചനം ഞാനിപ്പോൾ വായിക്കുന്നത് അതേ വചനം ഇപ്പോൾ എന്നിൽ എൻ്റെ തിരിച്ചറിവാണ്. യേശു അങ്ങനെയാണ് ജീവിച്ചത്. ഇവിടെ വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. യേശു അവനോട്, മനുഷ്യൻ ആ ലോഗോസ്, എനിക്ക് നിങ്ങളോട് പ്രവചനം പറയേണ്ട ആവശ്യമില്ല, വചനം അത് ധാരാളമാണ്. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കലേൽപ്പിച്ചിരിക്കുന്നു. ആരിലൂടെയാണ് അവനെ അത് ഏൽപ്പിച്ചത്? അത് ആദമിലൂടെയാണ് ഏൽപ്പിക്കപ്പെട്ടത്. ഈ എല്ലാ സൃഷ്ടിയും ദൈവം ഉണ്ടാക്കിയപ്പോൾ ആദമിനെ അത് ഏൽപ്പിച്ചു, അതിൻ്റെ മുകളിൽ അധികാരം നടത്താൻ. ആദമിൻ്റെ പ്രവൃത്തി ഇതായിരുന്നു. അവൻ്റെ യാത്രയുടെ തുടക്കം അത് വിശ്വാസത്തിലൂടെ ആകണമായിരുന്നു. പക്ഷെ ആദം അവൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് അവൻ്റെ അറിവിനെ സഹായത്തിനെ എടുത്തു, അവനൊരു തീരുമാനമെടുത്തു. അതുകൊണ്ട് അവൻ്റേതായിരുന്ന എല്ലാ അധികാരവും അത് സാത്താനെ ഏൽപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് വചനത്തിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാനിതെല്ലാം നിനക്ക് തരാം, ഇതെല്ലാം എങ്കിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എഴുതിയിരിക്കുകയാണ്, മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സാത്താൻ എങ്ങനെയാണ് യേശുക്രിസ്തുവിന് വിരോധമായി ദൈവത്തിന്റെ വചനം ഉപയോഗിക്കുന്നതെന്ന്. ഇവിടെ എഴുതിയിരിക്കുകയാണ് 10-ാം വാക്യത്തിൽ, നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇതിനുശേഷം നമുക്ക് വായിക്കാൻ സാധിക്കും താഴെ എങ്ങനെയാണ് ആ പരീക്ഷകൾക്ക് ശേഷം സാത്താൻ അവൻ്റെ മുമ്പിൽ നിന്ന് പോയതെന്ന്. ഇന്നത്തെ സമയത്തും എത്രയധികം പരീക്ഷകൾ വരുന്നോ. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. ഞാനും നിങ്ങളും ഇപ്പോൾ അവൻ്റെ സന്തതികളാണ്, അവൻ്റെ പ്രിയപുത്രന്മാരാണ്. എല്ലാ പ്രശ്നങ്ങളും വരുന്നത് നമുക്ക് നമ്മുടെ ആ തിരിച്ചറിവിൽ സംശയം കൊണ്ടുവരാനാണ്. അത് പറയാൻ വരുന്ന ഇതാണ്, പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പുത്രനായത്? ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ആദ്യം പ്രശ്നം വരുന്നത് നമ്മൾ മറന്നു പോകുന്നു നമ്മൾ ആരാണെന്ന്.
ആ ആ കാട്ടുവിത്തിനെ പോലെയാണ്. ആ പ്രശ്നങ്ങളുടെ ഇടയിൽ എൻ്റെ അടിസ്ഥാനം അത് ദൈവത്തിൻ്റെ വചനമാണ്. ആ സത്യം ഞാൻ അന്വേഷിക്കും. എൻ്റെ തിരിച്ചറിവിനെ കുറിച്ചുള്ളത് ഈ പ്രശ്നത്തിന് വേണ്ടി ഞാൻ ആ സത്യം പിടിച്ചുകൊള്ളുമ്പോൾ ആ പ്രവൃത്തിയിലൂടെ ആ പ്രശ്നം എൻ്റെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയാകും. അതുകൊണ്ട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളുടെ പുറകെ നമ്മൾ ഓടുകയില്ല. യേശു എങ്ങനെയാണ് പ്രശ്നങ്ങളോട് അവൻ അഭിമുഖീകരിച്ചത്? ആ പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരിക്കലും അവൻ മറന്നില്ല ഈ കാര്യം, അവൻ ആരാണ് എന്നുള്ളത്. അതിലൂടെ സാഹചര്യങ്ങളും അത് മാറുവാനിടയായി. യേശു ക്രിസ്തു ജീവൻ്റെ റൊട്ടിയാണ്. ഈ വചനം നമുക്ക് മുന്നോട്ട് അധിക ആഴത്തിൽ പഠിക്കാം. നമുക്ക് വായിക്കാം. റോമർ അതിൻ്റെ 10-ാം അധ്യായം 6-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ഞാനും നിങ്ങളും. ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിനെ ഇറക്കേണം എന്ന് വിചാരിച്ചാർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റേണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്ത് പറയുന്നു? ഇതാണ് വചനം നിനക്ക് സമീപമായി. ആ ലോഗോസ്, എഴുതിയിരിക്കുന്ന വചനം നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉത്ഭവിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഏറ്റുപറയാറുണ്ട്, പക്ഷെ അതിൽ നമ്മൾ വിശ്വസിക്കാറില്ല. ഒരു ഉദാഹരണത്തിൻ്റെ രൂപത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനും എൻ്റെ മമ്മിയും കസിനും ഒരു പ്രാവശ്യം കോഫി കുടിക്കാനിരുന്നു. ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അവർക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നമെന്ന് അവർ പറയാൻ തുടങ്ങി. ആ പ്രശ്നം അവരുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണെന്നാൽ അവരുടെ അമ്മയ്ക്ക് അതുണ്ടായിരുന്നു. എൻ്റെ കസിൻ പറഞ്ഞു, എന്തുകൊണ്ടെന്നാൽ എൻ്റെ വലിയമ്മയ്ക്കും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചിന്തിക്കാൻ തുടങ്ങി, നിങ്ങളുടെ ഉത്പത്തി അത് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ DNA ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ രക്തം അത് നിങ്ങളുടെ സ്വർഗീയ പിതാവിൽ നിന്നാണ് വരുന്നത്. അത് ഈ ലോകത്തിൻ്റെ രക്തം നമ്മുടെ ഉള്ളിലില്ല. ഈ കാര്യമാണ് ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾ മറന്നു പോകരുത് നമ്മൾ ആരാണെന്ന്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആകാത്തത് എന്താണ്? എന്തുകൊണ്ടെന്നാൽ ഈ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസം പിടിച്ചുകൊണ്ടാൽ അത് നിങ്ങളെ കാണിക്കുകയാണ് അതെങ്ങനെയാണ് സാഹചര്യങ്ങൾക്ക് വിപരീതമായി കാണിക്കുന്നതെന്ന്. ഞാൻ ഒരിക്കലും തമാശയായിപ്പോൾ ഞാൻ രോഗിയാണ് എന്ന് പറയാറില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇതെൻ്റെ സ്വഭാവത്തിലില്ല. ഇതാണ് സത്യം. നിങ്ങൾ സത്യത്തിൽ ഇതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ 2-3 ദിവസം നിങ്ങൾ എടുക്കുക, എന്നിട്ട് ചിന്തിക്കുക, സത്യത്തിൽ നിങ്ങൾ ഇതിൽ സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം എവിടെയെങ്കിലും എത്താൻ വേണ്ടിയല്ല, അതൊരു തീരുമാനമാണ് എനിക്കും നിങ്ങൾക്കും എടുക്കേണ്ടത്. നിങ്ങൾ സത്യത്തിൽ ആ തീരുമാനം എടുക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ പറയുന്നത് പ്രവർത്തിക്കുന്നതും അതെല്ലാം ഒന്നായി തീരുവാനിടയാകും. എൻ്റെയും അമ്മയുടെയും കസിൻ്റെയും സംസാരം എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? എന്തുകൊണ്ടെന്നാൽ ആരോ അവരുടെ ചെവിയിൽ പറഞ്ഞു, നിങ്ങളുടെ പൂർവന്മാരിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന്. അവർ വിശ്വസിച്ചു, അത് പറയാൻ തുടങ്ങി. അത് വിശ്വസിച്ചതും പറഞ്ഞതും എല്ലാം ഒന്നാകുകയായിരുന്നു അവിടെ. അതുകൊണ്ട് നമ്മൾ ആ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കുക. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ മുകളിൽ അധികാരം നടത്തുന്നതും നിങ്ങൾ വിശ്വസിക്കുമ്പോൾ കാണാൻ സാധിക്കും. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ഒന്നായി തീരും. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഞാൻ പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, പക്ഷെ സാഹചര്യങ്ങൾ മാറുന്നില്ല. അത് നിങ്ങളുടെ പുറച്ചിലൂടെ അല്ല നടക്കുന്നത്. അത് ജീവിതത്തിൻ്റെ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും അങ്ങനെ ജീവിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഉദാഹരണം തന്നു. സർക്കാർ ഓഫീസിൽ എന്തുകൊണ്ടാണ് ഫയലുകളുടെ മല ഉണ്ടാവുന്നത്? 1-ൽ നിന്നും 2-ൽ നിന്നും അങ്ങനെ കൂടി വരുന്നത്. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ ഫയൽ വന്നപ്പോൾ അതിനെ ഉത്തരം കണ്ടുപിടിച്ചില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ഫയലിന് നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചാൽ 2-മത്തെ 3-മത്തെയും 4-മത്തെയും വന്ന് ഇങ്ങനെ അതിവിടെ നിങ്ങളുടെ മുമ്പിൽ മലയായി മാറുകയാണ്. നിങ്ങൾക്ക് പിന്നെ തോന്നും, എത്രയധികം പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വരുന്നത്. നിങ്ങൾക്കറിയാമോ ആത്മീയ സാഹചര്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്? യേശു പോയി അവിടെ നിന്ന് എല്ലാ അശുദ്ധാത്മാക്കളും ഓടിപ്പോവുകയാണ്. ഓരോന്നായിട്ടല്ല പോയത്, എല്ലാം ഒറ്റയടിക്ക്. നിങ്ങൾക്കിന്ന് തോന്നുന്നുണ്ടാവും, എത്രയധികം പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നതെന്ന്. അതിനെല്ലാം മാറ്റുവാൻ നിങ്ങൾക്ക് ഒരേ ഒരു സത്യത്തിൽ വിശ്വസിക്കണം. അത് നിങ്ങളുടെ തിരിച്ചറിവിൻ്റെ വിഷയത്തിലാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുവാൻ ഇടയാകും. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവിൽ എനിക്ക് ലഭിച്ചു. അതിതായിരുന്നു, മരണം അതിപ്പോൾ എൻ്റെ കാൽ കീഴിലാണ്. എത്രയധികം ഞാൻ ഇത് പഠിക്കുവാൻ തുടങ്ങിയോ, ജീവനും മരണവും അത് ഒന്നായിട്ടിരിക്കാൻ അതിന് സാധിക്കുകയില്ല. ഒന്നെങ്കിൽ ജീവൻ അല്ലെങ്കിൽ മരണം.
അതൊരിക്കലും ഒരുമിച്ചിരിക്കുകയില്ല. ഞാൻ എത്രയധികം ഇത് പഠിച്ചോ, ജീവൻ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്, അതിൻ്റെ അർത്ഥം മരണത്തിന് എൻ്റെ മേൽ അധികാരമില്ല. ആ മരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഉള്ളിലുള്ളത് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാൻ ആരോഗ്യത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. ഞാൻ ജീവൻ കണ്ടു എൻ്റെ സാമ്പത്തിക മേഖലയിലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ എത്രയധികം ഉണരുന്നുവോ എനിക്ക് കാണാൻ സാധിച്ചു മരണം അത് എൻ്റെ സാമ്പത്തിക മേഖലയിലും അതിന് ഒരു അധികാരവുമില്ല. ഒന്നിനു വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് സാമ്പത്തിക മേഖലയിൽ മരണം അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ മരണം കാണുന്നിരിക്കാം. പക്ഷെ പുത്രനുള്ള ഉത്തരം അത് ഈ സത്യത്തിൽ ഉണരുന്നതാണ്. ആ ഉത്തരം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാം മരണത്തിലായിരുന്നത് ജീവനിലേക്ക് വരുന്ന കാണാൻ സാധിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ബിലബഡിൽ ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു. ബിലബഡിൽ വരുമായിരുന്നു അവർക്ക് എപ്പോഴും ഒരുപാട് സമയമായിട്ട് സാമ്പത്തിക മേഖലയിൽ പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു പ്രാവശ്യം പക്ഷേ അവർക്ക് വളരെയധികം ആയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രൻ്റെ തിരിച്ചറിവിലല്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നീതിയെക്കുറിച്ചുള്ള പ്രസംഗം നിങ്ങൾ കേൾക്കണം. അവർ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന്. എനിക്ക് 8 വർഷമായി ഈ പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നു, അതിൻ്റെ ഉത്തരം ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല, അത് നീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ പുത്രനായി കാണുന്നില്ല. 3 മാസം നിങ്ങൾ ഈ നീതിയെക്കുറിച്ചുള്ള മെസ്സേജ് കേട്ടുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞു. കുറച്ച് ദിവസത്തിന് ശേഷം അവർ എനിക്ക് ഫോൺ ചെയ്തു, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ ഉത്തരം അത് അവരുടെ അടുത്ത് എത്ര സമയമായിട്ടുണ്ടായിരുന്നു. അവർക്കത് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ബുദ്ധിയുടെ ആത്മാവ് ജീവിക്കുന്നു. അവൻ പഠിപ്പിച്ചപ്പോൾ എങ്ങനെയാണ് മരണത്തിൻ്റെ സാഹചര്യം അത് ജീവനിലേക്ക് വന്നത്. അവർ അവരെ തന്നെ പുത്രനായി കാണാതിരുന്നത് ഇപ്പോൾ അവർ അവരെ തന്നെ അതേ രീതി കാണാൻ തുടങ്ങി. അതുകൊണ്ട് എത്രയധികം നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ ഉണരുന്നുവോ, നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രൻ ആവുകയല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രൻ ആണ്. ഈ സത്യത്തിൽ നിങ്ങളുടെ മനസ്സ് എത്രയധികം ഒന്നാകുന്നുവോ, സംശയമില്ലാതെ അത് നിങ്ങളുടെ ആത്മീയ ചിന്ത എത്രയധികം ഒന്നാകുമോ ആ തിരിച്ചറിവിനെ കുറിച്ച് ആ വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുവാനിടയാകും. അതിൻ്റെ അർത്ഥം എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കാണുന്നത് അത് വെളിച്ചത്തെ കാണുവാനിടയാകും, നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 10-ാം വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നുവല്ലോ. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം നമ്മുടെ മനസ്സിൽ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രവൃത്തി എന്താണ്? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കണം. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദൻ എന്നും യവനൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. യേശു ചെയ്ത അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും തുടക്കം അവൻ്റെ ഉള്ളിലുള്ള വിശ്വാസമായിരുന്നു. മുന്നോട്ട് നമുക്ക് നോക്കാം. ചില ദൃഷ്ടാന്തങ്ങളിലൂടെ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്കറിയാമോ, എൻ്റെയും നിങ്ങളുടെയും ജനനം വചനത്തിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനും നിങ്ങളും ആ വചനവുമായി ഒന്നായിരിക്കുകയാണ്. വരൂ നമുക്ക് വചനം നോക്കാം. യോഹന്നാൻ 2-ാം അധ്യായം. യേശു അവിടെ വെള്ളത്തെ വീഞ്ഞാക്കി. അവൻ എങ്ങനെയാണ് വെള്ളത്തെ വീഞ്ഞാക്കിയത് നമുക്ക് വായിക്കാം. യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായം. ഇതിനെ നമുക്ക് പ്രശ്നമായി കാണാൻ സാധിക്കും. യേശുവിൻ്റെ മുമ്പിൽ പ്രശ്നം വന്നപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയം അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നമ്മളൊരു വിവാഹത്തിലാണ്, ഇവിടെ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തും ആരെങ്കിലും വരുമായിരിക്കാം, എന്നിട്ട് പറയും, ഞങ്ങൾ ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു, സാമ്പത്തികമായി നമുക്ക് ഈ കുറവുണ്ട് എന്ന്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് പഠിക്കാൻ സാധിക്കും യേശു പ്രശ്നങ്ങളുടെ ഉത്തരം എങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന്. നമുക്ക് വായിക്കാം. യോഹന്നാൻ 2-ാം അധ്യായം. ഇവിടെ എഴുതിയിരിക്കുകയാണ് 1-ാം വാക്യം മുതൽ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയിൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ആരോ വന്ന് പ്രശ്നം അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കുറവിനായി യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പ്രശ്നം നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾ അത് വേറെ അടുത്തേക്ക് അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി ഓടുകയല്ല. പ്രശ്നം നിങ്ങളുടെ അടുത്ത് വന്നു എങ്കിൽ നിങ്ങളാണ് അതിൻ്റെ ഉത്തരം. മുന്നോട്ട് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്,
വീഞ്ഞ് കുറഞ്ഞു പോരാതെ വരികയിൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രമുണ്ടായിരുന്നു. യേശു അവരോട് ഇവിടെ യേശുവിനെ നോക്കുകയാണ്, എങ്ങനെയാണ് അവൻ ചെയ്യാൻ പറയുന്നതെന്ന് വചനത്തെ നമുക്ക് നോക്കാം. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. യേശുവിന് മുന്നമേ മനസ്സിലറിയാമായിരുന്നിരിക്കാം പിതാവ് ആ കാര്യം പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് യേശു അത്തിവൃക്ഷത്തിൻ്റെ അടുത്തായിരുന്നപ്പോൾ ആ വൃക്ഷത്തിന് ആ ഫലം നൽകേണ്ടത് ആവശ്യമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ സൃഷ്ടികർത്താവ് ആ വൃക്ഷത്തിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ച് ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതെല്ലാം യേശു ചെയ്തത് ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുവാനാണ്, അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിക്കുവാനാണ്. നിങ്ങൾക്കറിയാമോ, ആവശ്യം വന്നപ്പോൾ, പ്രശ്നം യേശുവിന്റെ ചെവിയിലെത്തിയപ്പോൾ യേശു അതിന്റെ ഉത്തരം മറ്റുള്ളവരുടെ ആരുടെ അടുത്തേക്ക് വിട്ടില്ല. അവൻ ആ വെള്ളം ഒഴിക്കുവാൻ ആജ്ഞ കൊടുത്തു. ആ വെള്ളം അത് വീഞ്ഞായി മാറി. ഇതേ രീതിയിലാണ് കല്ലിനെയും അപ്പമാക്കി തീർക്കാൻ സാധിക്കുന്നത്. ഒരു അടയാളം യേശുവിന്റെ പുറകെ വരികയാണ്. അവന്റെ തിരിച്ചറിവിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, എത്രയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും അത് ദൈവത്തിന്റെ പുത്രന്റെ പുറകെ ഓടും. അത് നിങ്ങളുടെ തിരിച്ചറിവിന് പുറകെയാണ് ഓടുന്നത്. നമ്മൾ ഈ ഉദാഹരണങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ തന്നെ യേശുവിൽ നിന്നും വ്യത്യസ്തമായി കാണണമെന്ന്. സത്യം ഇതാണ്, നമ്മൾ യേശുവിനോട് കൂടെ ഒന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഏത് രീതിയിൽ യേശു പ്രശ്നങ്ങളുടെ ഉത്തരം കാണുന്നുവോ അതേ രീതിയിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവൻ ജീവിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ യേശു അതിൻ്റെ ഉത്തരം പുറത്താണോ തപ്പിയത്? നിങ്ങൾക്കറിയാമോ, എല്ലാ കാര്യങ്ങളും യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അത് എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ തിരിച്ചറിവുമായാണ്, അവൻ ആരാണ് എന്നുള്ളതിൽ. അതുകൊണ്ട് നമ്മൾ ആ വാഗ്ദത്തങ്ങളെ അത് നമ്മൾ പിടിച്ചു കൊള്ളണം, അതിൽ വിശ്വസിക്കണം. ആ ദൈവിക സ്വഭാവവുമായി നമ്മൾ ഒന്നാവണം. നമുക്ക് മുന്നോട്ട് വായിക്കാം ഈ വിഷയത്തെക്കുറിച്ച് വചനത്തിൽ നിന്നും. നമുക്ക് ഒന്ന് നോക്കാം. യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യം. യോഹന്നാൻ 4:46 ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിലുണ്ടായിരുന്നു. യേശു യഹൂദ്യ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റ് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഈ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. ഇത് ആ നിമിഷമാണ് സംഭവിച്ചത്. ഞാനും നിങ്ങളും ആർക്കെങ്കിലും വേണ്ടി പറഞ്ഞപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, നിന്റെ പുത്രൻ ജീവിച്ചിരിക്കുന്നു, താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. ഇത് 2ാമത്തെ അത്ഭുതമായിരുന്നു യേശു യഹൂദിയിൽ നിന്നും ഗലീലയിൽ വന്ന് കാണിച്ചത്.
ഒരാൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ വന്നു. അവർ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവിന് വിസ ലഭിക്കണമെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വിസ ലഭിക്കും. നിങ്ങൾ നിങ്ങളുടെ പുത്രൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്താതിരിക്കുക. എന്തുകൊണ്ടെന്നാൽ പിതാവ് നിങ്ങൾക്കൊരു സ്ഥാനം തന്നിരിക്കുന്നു. അവിടെ നിങ്ങൾ നേരെ അവൻ്റെ അടുത്തേക്ക് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏത് നിമിഷം അവരങ്ങനെ ചെയ്തുവോ, ഒരു മനുഷ്യനിൽ അധിഷ്ഠിതപ്പെടാതെ അവരുടെ പിതാവിൽ വിശ്വസിച്ചുകൊണ്ട് ആ നിമിഷം അവർക്ക് കാണുവാൻ സാധിച്ചു, വിസ ലഭിക്കുവാനിടയായി. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ മേഖലകളിലും ചെറിയ ചെറിയ കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവ് പിടിച്ചുകൊള്ളണം. എന്തുകൊണ്ടെന്നാൽ എല്ലാ ആത്മീയ സാഹചര്യങ്ങളും നിങ്ങൾ ആരാണ് എന്നറിയുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, 5000 പുരുഷന്മാരെ ഭക്ഷണം നൽകിയതിനെക്കുറിച്ച് അധികമായി നമ്മൾ ഈ വചനത്തിലൂടെ നമുക്ക് പഠിക്കാം. മുന്നോട്ട് 1-ാം വാക്യം മുതൽ വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അനന്തരം യേശു തിബെരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിക്കാൻ അത്രേ ചോദിച്ചത്. താൻ എന്തു ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പാൽപമായി ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയായിരുന്നു കുറവ് വന്നത് യേശുവിൻ്റെ അടുത്തേക്കെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 5 അപ്പവും 2 മീനും മാത്രമാണ് ഉണ്ടായിരുന്നത്. യേശു ആ ശകലത്തെ കുറച്ചെടുത്തിട്ട് യേശു നന്ദി അർപ്പിച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം അത് പുറത്തായിരുന്നില്ല, അത് യേശു ക്രിസ്തുവിലായിരുന്നു. അവിടെ ആ പ്രശ്ന പരിഹാരം എങ്ങനെ പോയി അത് വാങ്ങിക്കൊണ്ട് വരും? പക്ഷേ എല്ലാ പരിഹാരവും യേശു ക്രിസ്തുവിലൂടെയാണ് പൂർത്തീകരിക്കപ്പെട്ടത്. അതേ കാര്യമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി സത്യമായിരിക്കുന്നത്. സാഹചര്യം കുറവുകളെ കാണിക്കാമായിരിക്കാം, പക്ഷേ ഒരു പുത്രനാണ്, അവൻ്റെ അവകാശമാണ് അഭിവൃദ്ധി എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കുറവിൽ ഒന്നായി കാണുകയല്ല. യേശു അറിയുന്നു അവൻ ആരാണെന്ന്. അവനറിയാം ആ 5 അപ്പവും 2 മീനും അത് ധാരാളമാണ്. യേശുവിൻ്റെ തിരിച്ചറിവ് മാറാതിരിക്കുമ്പോൾ ഇത് കണ്ടിട്ടും അവൻ എവിടെയാണ് നിങ്ങൾക്കറിയാമോ? അവൻ കാട്ടിലായിരുന്നു. കാട്ടിൽ അവൻ ആ സൃഷ്ടി അവൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുകയാണ്, യേശുവിൻ്റെ മുമ്പിൽ. മുന്നോട്ട് വചനത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് അധികമായി ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും എങ്ങനെ യേശു തന്നെ താൻ ആ ജീവന്റെ അപ്പമായി പറയുന്നതെന്ന്. നമ്മൾ ഇതിൽ വായിക്കുകയാണെങ്കിൽ ഇതിൻ്റെ 33-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവനെ വിശ്വസിക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. ഇവിടെ യേശു എന്താണ് അവൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്? ഈ പ്രശ്നം യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ, ഭക്ഷണത്തിൻ്റെ കുറവിനെ കാണിച്ചപ്പോൾ പെട്ടെന്ന് യേശു അവൻ്റെ തിരിച്ചറിവിനെ കുറിച്ച് പറയുകയാണ്. ഞാനാണ് ജീവന്റെ അപ്പം. കുറവും എങ്ങനെയാണ് സമൃദ്ധിയിലേക്ക് മാറുന്നത്? എന്തുകൊണ്ടെന്നാൽ യേശു അറിയുന്നു അവൻ ആരാണ് എന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാണ്, എന്നിൽ നിന്ന് ഭക്ഷിക്കുന്നവന് ഒരു നാളും വിശക്കുകയില്ല. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. യോഹന്നാൻ അതിൻ്റെ 9-ാം അധ്യായം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ജന്മന അന്ധനായ ഒരു വ്യക്തിക്ക്, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കുവാൻ തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, പ്രിയേ, ആരാണ് പാപം ചെയ്തത്? ഈ പ്രശ്നം, ഈ സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വരുവാനിടയാക്കിയത്? വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 3-ാം വാക്യത്തിൽ, അതിനെ യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടുവാനത്രേ.
എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ അന്ധനാണ്. അതിന്റെ ഉത്തരം യേശു അവന്റെ തിരിച്ചറിവിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അവന്റെ തിരിച്ചറിവ് നിലനിൽക്കുന്നതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ആ അന്ധനായ വ്യക്തിയും അവൻ എങ്ങനെയാണ് വെളിച്ചം പ്രാപിക്കുന്നതെന്ന്. അവന്റെ കണ്ണ് തുറക്കുകയാണ്. മുന്നോട്ട് നമുക്ക് കാണാൻ സാധിക്കും, വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? യേശു പറയുകയാണ്, നീ ചെന്ന് ഷീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ഷീലോഹാം കുളത്തിൽ അവൻ ചെന്ന് കഴുകിയപ്പോൾ അവൻ കാഴ്ചയുള്ളവനായി തിരിച്ചു വരുന്നവനായി മടങ്ങി വന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും, പ്രശ്നം യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ പ്രശ്നത്തിൻ്റെ അതിൻ്റെ ഉത്തരം അത് പുറത്തായിരുന്നില്ല. അവൻ ആ തിരിച്ചറിവിലായിരുന്നു യേശു ആരാണ് എന്നുള്ളതിൽ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അവനിലൂടെ അന്ധനായ വ്യക്തി അവൻ കാഴ്ച പ്രാപിക്കുവാനിടയായി. മുന്നോട്ട് കൂടുതൽ വചനങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ സാക്ഷ്യവും പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ മമ്മിയെക്കുറിച്ചുള്ള സാക്ഷ്യം. ഒരു സമയത്ത് ഡോക്ടർ അവർക്ക് ക്യാൻസർ പറഞ്ഞു. പക്ഷേ ആ റിപ്പോർട്ട് ആദ്യമായി വന്നപ്പോൾ എല്ലാം അങ്ങനെ തോന്നുമായിരുന്നു, പ്രശ്നങ്ങൾ നിങ്ങളുടെ വാതിക്കലാണ്, ആപത്ത്, രോഗം അത് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ആണ് എന്ന് അത് പറയുകയാണ്. എൻ്റെ പുറകെ ഓടുക, അതിൻ്റെ ഉത്തരം അത് തിരയാൻ നിങ്ങളുടെ ശരീരത്തിലൂടെ ശ്രമിക്കുക. പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം അത് യേശുവിൻ്റെ തിരിച്ചറിവുമായി ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്ത് എനിക്കും വേണ്ടിയും ലഭിച്ച വചനം അത് 91 സങ്കീർത്തനമായിരുന്നു. അതിലൊരു വാഗ്ദത്തം എനിക്കിവിടെ ലഭിച്ചു, നമ്മൾ പുത്രന്മാരാണ് എങ്കിൽ ഒരു ബാധയും നമ്മുടെ കൂടാരത്തിനടുക്കുകയില്ല എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കും അത് വരികയില്ല. ആ പ്രശ്നം എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ എല്ലാ കാര്യങ്ങളും ശരീരത്തിൽ എന്നെ കാണിച്ചു കൊണ്ടിരുന്നത്, അതിനെ ഞാൻ എടുത്തില്ല. ഞാൻ എൻ്റെ ആത്മീയ തിരിച്ചറിവിൽ നിലനിന്നു. ഞാൻ ഈ സത്യം പിടിച്ചുകൊണ്ടപ്പോൾ എൻ്റെ മമ്മിയും വിശ്വസിച്ചു യേശുവിൽ, അവരും അവൻ്റെ പ്രിയപുത്രനായി. അതുകൊണ്ട് ഞാൻ ഏറ്റുപറയുക മാത്രമല്ല, ഞാൻ ആ കാര്യത്തിൽ ധ്യാനിക്കുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ മറന്നില്ല ഞാൻ ആരാണെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, ഇതേ ടെസ്റ്റ് നമുക്ക് വീണ്ടും ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ ഈ റിപ്പോർട്ട് അത് വ്യാജമാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ പ്രശ്നങ്ങളും വരുന്നത് നമ്മുടെ തിരിച്ചറിവിൽ ചോദ്യം ഉണ്ടാക്കുവാനും സംശയം ഉണ്ടാക്കുവാനുമാണ്. ഞാൻ അവരോട് പറഞ്ഞു 3 ആഴ്ചയ്ക്ക് ശേഷം. ആ സമയത്ത് എൻ്റെ കുടുംബത്തിൽ എല്ലാവരും വിശ്വാസത്തിലായിരുന്നില്ല. ഞാൻ അപ്പോൾ പറഞ്ഞു, പിതാവ് ഇതാണ് സമയം, ആ രീതിയിൽ അങ്ങ് ചെയ്യുക, എല്ലാവരും അങ്ങ് ജീവനുള്ള ദൈവമാണെന്ന് അറിയണം. ആ റിപ്പോർട്ട് വന്നത് ഒരു ഗുഡ് ഫ്രൈഡേയുടെ ദിവസമായിരുന്നു. ആ റിപ്പോർട്ട് അതിൽ ഒരു ക്യാൻസറും ഇല്ല എന്നുള്ളതായിരുന്നു. ഒരു റിപ്പോർട്ട് നമ്മളുടെ അടുത്തുണ്ടായിരുന്നത് ക്യാൻസറിൻ്റെ റിപ്പോർട്ട് പറഞ്ഞു, 1ൽ ഒരു ക്യാൻസറും ഇല്ല എന്നുള്ളത്. ഈ പ്രശ്നത്തിന് ഉത്തരം എവിടെയായിരുന്നു? അതെൻ്റെ തിരിച്ചറിവിലായിരുന്നു, അതെൻ്റെ ഉള്ളിലായിരുന്നു യേശു ജീവിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ മറന്നില്ല ഞാൻ ആരാണെന്ന്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. എന്തുകൊണ്ടെന്നാൽ എല്ലാ ആത്മീയ മേഖലയും അറിയുന്നു ഞാനും നിങ്ങളും ആരാണെന്ന്. നിങ്ങൾക്കറിയാമോ, യേശു ആ മരുഭൂമിയിൽ നിന്ന് വന്നപ്പോൾ അവനെ പരീക്ഷിച്ചപ്പോൾ തന്നെത്താൻ യേശു ഏറ്റുപറഞ്ഞില്ല. പക്ഷെ അശുദ്ധ ആത്മാക്കൾ മുന്നമേ അറിഞ്ഞിരുന്നു. എഴുതിയിരിക്കുകയാണ്, അവർ യേശുവിൻ്റെ അടുത്ത് നിന്ന് ഓടുമായിരുന്നു എന്ന്. ആത്മീയ സാഹചര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയുന്നു, നിങ്ങൾ ആരാണെന്ന്. നമുക്ക് ആരെയും അത് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണ് എല്ലാം നമ്മുടെ കാൽക്കീഴ് വരുന്നത്? നമ്മൾ മറന്നു പോകാതിരിക്കുമ്പോൾ നമ്മൾ ആരാണെന്ന്. ചിലപ്പോൾ ആളുകൾക്ക് തോന്നാം, പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളുടെ പുറകെ ഓടണമെന്ന്. എൻ്റെ മമ്മിക്കയെ കുറിച്ചുള്ള കാര്യത്തിൽ സംഭവിച്ചതുപോലെ ആ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലല്ല, എൻ്റെ മമ്മിയുടെ ജീവിതത്തിലാണ് കാണുവാൻ സാധിച്ചത്, അത് രോഗത്തിൻ്റെ രൂപത്തിൽ. അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി ചിലപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ ഓടുമായിരുന്നു. ഞാൻ എൻ്റെ ശരീരത്തിൽ അതിനുത്തരം കണ്ടെത്താൻ തുടങ്ങുമായിരുന്നു. പക്ഷെ അതിൻ്റെ യഥാർത്ഥ ഉത്തരം അതെവിടെയായിരുന്നു മറഞ്ഞു കിടന്നത്? ഞാൻ എൻ്റെ തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ, ഞാൻ സംശയിക്കാതിരുന്നപ്പോൾ, ആ വാഗ്ദത്തം 91 സങ്കീർത്തനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതിൽ ഞാൻ വിശ്വസിച്ചു. യേശുക്രിസ്തുവിൻ്റെ കുടുംബത്തിലൊരു രോഗം വരത്തില്ല എങ്കിൽ എൻ്റെ കുടുംബത്തിലൊരു രോഗം വരികയില്ല. ഞാൻ ഈ സത്യത്തിൽ വിശ്രമിച്ചപ്പോൾ ആ പ്രശ്നം തന്നെത്താൻ അവിടുന്ന് അത് മാഞ്ഞു പോകുവാനിടയായി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉത്തരം മനുഷ്യരിലോ ലോകത്തിലോ അല്ല കണ്ടുപിടിക്കുന്നത്, അത് സ്വർഗത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ സമയത്ത് ഏറ്റവും വലിയ സൗഭാഗ്യകരമായ കാര്യം നമുക്കുള്ളത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്ഥലമുണ്ട് നമുക്ക് വേണ്ടി, നമ്മൾ പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാനായിട്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ മനുഷ്യരുടെ അടുത്തേക്ക് ഓടാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സൗഭാഗ്യം അത് നഷ്ടപ്പെടുത്തുകയാണ്. ഏത് സ്ഥലമാണോ യേശുവിന് കൊടുത്തിരുന്നത്, പ്രിയപുത്രൻ്റെതായിട്ടുള്ളത്, അതേ സ്ഥാനം എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. മുന്നോട്ട് നമുക്ക് നോക്കാം. വചനത്തിൽ നിന്നും നമുക്ക് വായിക്കാം. യോഹന്നാൻ
11 അധ്യായം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ലാസറിന്റെ മരണത്തെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്. നമുക്ക് വചനത്തിൽ നിന്നും വായിക്കാം. യോഹന്നാൻ അതിൻ്റെ 11 അധ്യായം 1 വാക്യം മുതൽ. മറിയയുടെയും അവരുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ച്, കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ഈ വചനം നമുക്ക് വീണ്ടും വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. നിങ്ങൾക്കറിയാമോ, പ്രശ്നങ്ങൾ നിങ്ങളുടെ ചെവിയിൽ വരുമായിരിക്കാം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം വിട്ട് ഓടണം. ആ സമയത്ത് നമ്മൾ ഓർത്തിരിക്കണം നമ്മൾ ആരാണെന്ന്. സാഹചര്യങ്ങൾ പല രീതിയിൽ കാണുമായിരിക്കാം. നമുക്ക് തോന്നും നമുക്ക് തന്നെത്താൻ ഓടിപ്പോയി അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മുടെ ശരീരത്തിൽ തപ്പേണ്ടത് ആവശ്യമുണ്ട് എന്ന്. എല്ലാ സാഹചര്യങ്ങളും നമ്മളെ ഇളക്കുവാനിടയാകും. പക്ഷേ സത്യം ഇതാണ്, ആ പ്രശ്നങ്ങളുടെ ഇടയിൽ എത്രയധികം നമ്മൾ സമാധാനത്തോടെ ഇരിക്കുന്നുവോ നമ്മുടെ തിരിച്ചറിവ് നമുക്ക് വേണ്ടി മുന്നോട്ട് പോയി അത് പ്രവർത്തിക്കുവാനിടയാകും. ഇവിടെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യേശു പറയുകയാണ്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നുവെന്ന്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നുവെന്ന്. പ്രശ്നങ്ങൾ പുറത്തു നിന്ന് ഇവിടെ നമുക്ക് വചനത്തെ കാണാൻ സാധിക്കും. യേശു പറയുകയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. പ്രശ്നങ്ങൾ അത് പുറത്തു നിന്ന് നിങ്ങളുടെ ചെവിയിലേക്ക് വരുമായിരിക്കാം. പക്ഷെ നിങ്ങൾക്കറിയാമോ, ആ പ്രശ്നങ്ങളുടെ ഉത്തരം അത് നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നിങ്ങളാണ് അതിൻ്റെ ഉത്തരം, ആ പ്രശ്നത്തിൻ്റെ ഉത്തരം. നിങ്ങളുടെ തിരിച്ചറിവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രനാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും, യേശു പറയുകയാണ്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് എന്ന്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, യേശു മുന്നോട്ട് ആ കല്ലുരുട്ടി മാറ്റാൻ പറയുമ്പോൾ യേശു പറയുകയാണ്, ലാസറെ പുറത്തു വരിക എന്ന്. അവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഇന്നും നമുക്ക് വേണ്ടി വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ നമ്മുടെ വചനത്തിൽ പിതാവ് നമ്മളെക്കുറിച്ച് എന്തൊക്കെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നോ അതിൽ വിശ്വസിക്കണം. നമ്മൾ ആ വിശ്വാസത്തിലൂടെ അത്ഭുതകരമായ മഹത്വം, ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് എഴുതിയിരിക്കുകയാണ്, നമുക്ക് 41 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ ആ കല്ല് നീക്കി യേശുമലേക്ക് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇതേ കാര്യമാണ് സത്യം. എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവ് നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നു. ഇതിനു മുമ്പ് യേശു ലാസറിനെ വിളിക്കുന്നതിന് മുമ്പ് അവൻ അവൻ്റെ തിരിച്ചറിവിനെ കുറിച്ച് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ പുത്രത്വത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ പുസ്തകം വായിക്കുന്നത്. അത് നമ്മുടെ വിഷയത്തെക്കുറിച്ച്, നമ്മുടെ തിരിച്ചറിവിനെക്കുറിച്ച് നമ്മളോട് പറയുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം എൻ്റെ ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടു. എൻ്റെ അസിസ്റ്റൻ്റ് ഓട്ടോയിൽ വരികയായിരുന്നു. എൻ്റെ ലാപ്ടോപ്പ് ഓട്ടോയിൽ മറന്നുപോയി. എല്ലാ ഡോക്യുമെൻസും എൻ്റെ ലാപ്ടോപ്പിലായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞത്, നീ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങൂ, ആ ലാപ്ടോപ്പിന് വേണ്ടി തപ്പാൻ പോവുക. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു, ഇതെൻ്റെ സ്വഭാവത്തിലില്ല എന്തെങ്കിലും നഷ്ടമാകുക എന്നുള്ളത്. 3 മണിക്കൂറിന് ശേഷം എനിക്ക് ന്യൂസ് ലഭിക്കുകയാണ്, ആ റിക്ഷ ഡ്രൈവർ എൻ്റെ ലാപ്ടോപ്പ് തിരിച്ച് എൻ്റെ ബിൽഡിങ്ങിൽ കൊണ്ട് അത് കൊടുക്കുവാനിടയായി. നിങ്ങൾക്കറിയാമോ, അങ്ങനെ തോന്നാം. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് തോന്നും ആ ഓട്ടോറിക്ഷയുടെ പുറകെ ഓടണമെന്ന്. എന്തുകൊണ്ടെന്നാൽ സൃഷ്ടി സമർപ്പിക്കപ്പെടും സൃഷ്ടികർത്താവിന് എൻ്റെ മുമ്പിൽ. ഞാൻ മറന്നില്ല എനിക്ക് ആ ഓട്ടോറിക്ഷയുടെ പുറകെ ഓടേണ്ട ആവശ്യമില്ല എന്ന്. ഉത്തരം അത് ഈ സത്യത്തിലാണ്, ഈ വാഗ്ദത്തത്തിലാണ് എൻ്റെ വിഷയത്തിൽ എഴുതിയിരിക്കുന്നത്. എൻ്റെ ഒരു പുത്രൻ്റെ ഒന്നും നഷ്ടമാകുകയില്ല എന്നുള്ളത്. ഞാൻ ആ തിരിച്ചറിവ് പിടിച്ചുകൊണ്ടപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചു, എല്ലാ സൃഷ്ടികളും എൻ്റെ അനുഭവവും ആ സത്യവുമായി ഒന്നാകുവാനിടയായിത്തീരുകയാണ്. അത് എൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഉത്തരം ഇതല്ല നമ്മൾ പ്രാർത്ഥിക്കുക ലാപ്ടോപ്പ് തിരിച്ചു കിട്ടണമേ എന്ന്. ഇതിലാണ് നമ്മൾ മറന്നു പോകരുത് നമ്മൾ ആരാണെന്ന്. പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഈ പുസ്തകം വായിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിനെ കുറിച്ച് തന്നെത്താൻ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ തന്നെ ഉണർത്തുകയാണ്. പ്രശ്നങ്ങളുടെ ഇടയിൽ എത്രയധികം നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഉണരുന്നുവോ,
നിങ്ങൾ ആരാണ് എന്ന്. എന്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ വരുന്ന ഇതായിരിക്കും, ഞാനും യേശു ഇപ്പോൾ ഒന്നല്ല എന്നുള്ളത്. പക്ഷേ എൻ്റെ പരീക്ഷ ഇതാണ്, ഞാൻ ആ തിരിച്ചറിവ് പിടിച്ചുകൊള്ളണം. യേശുവും ഞാനും ഒന്നാണ്. ആ ഉത്തരം അത് പുറത്തല്ല, അത് സ്വയം എൻ്റെ ഉള്ളിലാണ്. ഇതേ വിശ്വാസത്തെ, ഈ വാഗ്ദത്തത്തെ ഞാൻ പിടിച്ചുകൊള്ളുകയാണ്. ദീർഘക്ഷമ അത് എൻ്റെ ഉള്ളിൽ ഉത്ഭവിപ്പിക്കും. മുന്നോട്ട് നമുക്ക് നോക്കാം വചനത്തിൽ നിന്നും. ഇവിടെ നമ്മൾ കണ്ടു എങ്ങനെയാണ് ലാസർ മരണത്തിലായിരുന്നത് ജീവനിലേക്ക് വന്നത് എന്ന്. ഈ തിരിച്ചറിവിലൂടെ മാത്രം ഞാൻ ആരാണെന്നുള്ളത് ലാസറും ഉയർത്തു വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കുക. എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം അത് പുത്രന്റെ അകത്താണ്. മുന്നോട്ട് നമുക്ക് നോക്കാം. മർക്കോസ് അതിൻ്റെ 5-ാം അധ്യായം. ദുഷ്ടാത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്നത്. മർക്കോസ് 5-ാം അധ്യായം. മുന്നോട്ട് നമുക്ക് നോക്കാം. മർക്കോസ് 5-ാം അധ്യായം. അതിൻ്റെ ദുഷ്ടാത്മാവിനാൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെ സൗഖ്യമാകുന്നു. നമുക്ക് വായിക്കാം. മർക്കോസ് 5-ാം അധ്യായം. ഇതിൻ്റെ 1-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. 40 വരെ. അവൻ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഉടച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവെ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാ എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എൻ്റെ പേർ ലഗ്യോൻ, ഞങ്ങൾ പലർ ആകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോ എന്ന് അപേക്ഷിച്ചു. നമുക്ക് മുന്നോട്ട് കാണാൻ സാധിക്കും എങ്ങനെയാണ് ആ ദുഷ്ടാത്മാവ് അവനെ വിട്ടു പോകുന്നതെന്നും ആ വ്യക്തി സൗഖ്യമാകുന്നതെന്നും. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും അശുദ്ധാത്മാവ് നേരത്തെ അറിഞ്ഞിരുന്നു യേശു ആരാണ് എന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരിക്കലും ഒരാവശ്യവുമില്ല നിങ്ങൾ പ്രശ്നങ്ങളുടെ പുറകെ ഓടേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ ഈ കാര്യത്തിൽ ധ്യാനിക്കുക മാത്രം ചെയ്യുക, തന്നെത്താൻ ഉണർത്തിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ തിരിച്ചറിവിൽ നിങ്ങൾ ആരാണ് എന്ന്. നിങ്ങൾ തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സത്യം പിടിച്ചുകൊണ്ട് അതിനെ നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടേയിരിക്കുക. ചിലപ്പോൾ അത് ഒരു വചനമായിരിക്കാം, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? ചിലപ്പോൾ ആദ്യം നിങ്ങൾക്കറിയില്ലായിരിക്കാം. നിങ്ങൾ അത് ധ്യാനിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരും. നിങ്ങൾ ആ വചനം പിടിക്കുന്നതിലൂടെ, നിങ്ങളുടെ തിരിച്ചറിവ് പിടിച്ചുകൊള്ളുന്നതിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ആ അധികാരത്തിൽ നിങ്ങൾ വളരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ആ എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിന്റെ മുകളിൽ അധികാരം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങളുടെ കാലിന്റെ കീഴെയാണ്. നിങ്ങൾക്കറിയാം, ഒരു രാജാവ് അവന്റെ സിംഹാസനത്തിലായിരിക്കുമ്പോൾ ഏത് രാജ്യത്തിലാണോ അവർ രാജാവായിരിക്കുന്നത് അയാൾക്ക് പോയി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. അവർ വരുന്നതിലൂടെ മാത്രം ആളുകളുടെ ഉള്ളിൽ ഭയമുണ്ടാകും. അധികാരങ്ങൾ എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഇരിക്കുന്നതിനോ കിടക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലും ആ തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തന്നെത്താൻ അത് വ്യത്യസ്തമാക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു അധികാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഞാനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിലും ചെറിയ ചെറിയ മേഖലകളിലും നമ്മൾ മറക്കാതിരിക്കുമ്പോൾ നമ്മൾ ആരാണ് എന്ന് നമ്മൾ നമ്മുടെ തിരിച്ചറിവ് പിടിച്ചുകൊള്ളുമ്പോൾ, എന്തുകൊണ്ടെന്നാൽ എനിക്കും അറിയാം, ആത്മീക സാഹചര്യങ്ങൾ അറിയുന്നു നിങ്ങൾ ആരാണ് എന്ന്. അത് നോക്കുമ്പോൾ ഇവൻ പുത്രനാണ്, അവൻ്റെ തിരിച്ചറിവ് പിടിച്ചിരിക്കുകയാണ്, ഇവൻ മറക്കുന്നില്ല ആരാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളോട് എതിർത്ത് നിൽക്കേണ്ട ആവശ്യം വരികയില്ല. അത് തന്നെത്താൻ നിങ്ങൾ വരുന്നതിന് മുമ്പേ അവിടെ നിന്ന് പോകുവാനിടയാകും. മുന്നോട്ട് വചനത്തിൽ നമുക്ക് നോക്കാം. ലൂക്കോസ് അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുകയാണ്. ഇവിടെ എനിക്കൊരു കാര്യം ഇഷ്ടമാണ്. അതിപ്പോൾ അവൻ പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് പറയുകയാണ്. യേശു അവനോട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക.
ഞാനും നിങ്ങളും യേശു ക്രിസ്തുവുമായി ഇപ്പോൾ നമ്മുടെ ആഗ്രഹം ഒന്നായിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ക്യാൻസറിനെയും നിങ്ങൾ വലുതാക്കാതിരിക്കുക. എന്തിനെങ്കിലും നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അതിനെ നിങ്ങൾ വലുതാക്കുകയാണ്. അതുകൊണ്ട് അത് പനിയാണെങ്കിലും ചുമയാണെങ്കിലും ക്യാൻസർ ആണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ വേറൊരാൾക്കല്ല കൊടുക്കുന്നത്. അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ ഇതിൽ വിശ്വസിക്കുക. ആ പ്രശ്നം നിങ്ങളുടെ ചെവിയിലേക്ക് എത്തിയെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു, ഈ പ്രശ്നങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. യേശു ഒരിക്കലും ആ പ്രശ്നങ്ങളെ മറ്റൊരാൾക്ക് കൊടുത്തില്ല. അവൻ അറിഞ്ഞിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം അത് സ്വയം അവനാണ് എന്ന്. ഇതേ അറിവിൽ ഞാനും നിങ്ങളും ഉണരുകയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു സമയത്ത് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു സമയത്ത് അവർ എന്നെ ഫോൺ വിളിച്ചിട്ട് അവരുടെ ബോസിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കാൻ ആഗ്രഹിച്ചു. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അവർ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. ആ സമയത്ത് ഞാൻ അവരെ ഇത് പഠിപ്പിച്ചു. അവരെനിക്ക് ഫോൺ വിളിച്ചുവെങ്കിൽ അവർ രക്ഷകന്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ഞാനിത് ഏറ്റു പറഞ്ഞു. അവരോട് പറയുക, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവുക, എല്ലാ ക്യാൻസറിൻ്റെ റിപ്പോർട്ടും നോർമലാകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ആ സ്ത്രീ, അവരുടെ ബോസ് അവിടെ വീണ്ടും പോയിട്ട് വന്ന് പറയുകയാണ് ആ ക്യാൻസറിൻ്റെ റിപ്പോർട്ട് അത് നോർമലായി എന്ന്. എനിക്കറിയില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. ഏത് നിമിഷം അവരുടെ ഫോൺ വന്നോ എനിക്കറിയാമായിരുന്നു. ആ പ്രശ്നം എൻ്റെ ചെവിയിലേക്ക് വന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ് അത് എൻ്റെ അടുത്തേക്ക് ഫോൺ വന്നത്. ഞാൻ നിങ്ങളെ ഇന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം അത് നിങ്ങളാണ്. അത് പുത്രൻ്റെ അടുത്തുണ്ടായിരുന്നു ഉത്തരം. ഏത് നിമിഷം ഞാൻ സംശയിക്കുന്നു ഇരുമനസ്സുള്ളതാകുന്നുവോ ആ സമയം എനിക്ക് വലിയ വഴിയിലൂടെ പോകേണ്ടതായി വരും. എത്രയധികം ഞാൻ ഏക മനസ്സോടെ എൻ്റെ അറിവ് അതൊന്നാകുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കും എൻ്റെ ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഞാൻ കാണുന്നതെല്ലാം അത് ശരിയായ രീതിയിലേക്ക് എല്ലാ പ്രശ്നത്തിൻ്റെ ഉത്തരം തന്നെത്താൻ വരുന്നത് എനിക്ക് കാണാൻ സാധിക്കും. മുന്നോട്ട് വചനത്തിൽ നമുക്ക് നോക്കാം. ഇതേ ലൂക്കോസിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ആ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഇത് മുഴുവൻ നമ്മളിവിടെ വായിക്കയില്ല. പക്ഷേ ഇവിടെ പറയുകയാണ്, യേശു പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയാം. ആളുകൾ ചോദിക്കുകയാണ്, പാപങ്ങളെ മോചിക്കാൻ ഇവൻ ആരാണ് എന്ന് പറയുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം, ക്രൂശിന് ശേഷം, മരണത്തിന് ശേഷം അതേ അധികാരം അവൻ എനിക്ക് നിങ്ങൾക്കും തന്നിരിക്കുകയാണ്. ആരുടെയൊക്കെ പാപങ്ങൾ നിങ്ങൾ വെക്കുന്നോ അത് അങ്ങനെ നിൽക്കും, ആരുടെയൊക്കെ നിങ്ങൾ ക്ഷമിക്കുന്നോ മോചിക്കുന്നുവോ അത് മോചിക്കപ്പെടും. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യജാതനായി അതേ ഈശ്വരീയ സ്വഭാവം, ഇപ്പോൾ ദൈവിക സ്വഭാവം എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു സിംഹത്തിൻ്റെ കുഞ്ഞൊരു സിംഹമാകുന്നത് പോലെ ദൈവത്തിൽ നിന്നും ജനിച്ചവർ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരാണ്, ഒരേ ജാതി. അതുകൊണ്ടാണ് നമ്മളെ ഒരു പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. നിങ്ങളെ തന്നെ മനുഷ്യനെ പോലെ ആയിരിക്കും കാണാൻ, പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ പുത്രനായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ കാണണം. നിങ്ങളുടെ മുഴുവൻ ജീവിതവും വിശ്വാസത്താൽ ജീവിക്കണം. ഞാൻ മറക്കാറില്ല ഞാൻ ആരാണെന്ന്. നമുക്ക് മുന്നോട്ട് വായിക്കാം. മത്തായി 8-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. ഇവിടെ കൊടുങ്കാറ്റിനെ അടക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. യേശു ആ കാറ്റിനോട് സംസാരിക്കുകയാണോ അതോ അതിനെ പഠിപ്പിക്കുകയാണോ, എങ്ങനെയാണ് അവൻ്റെ ആജ്ഞ അനുസരിക്കേണ്ടതെന്ന് അവനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന്. ആ തോണിയിൽ കാറ്റും കോളും വന്നപ്പോൾ യേശു എന്താണ് അവിടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത്? അവൻ ആ സമയത്ത് വിശ്രമത്തിൽ ഉറങ്ങുകയായിരുന്നു. സൃഷ്ടികർത്താവ് എപ്പോഴും സൃഷ്ടിയിൽ നിന്ന് വലുതാണ്. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നു, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടതാണ്. പാപത്തിലൂടെ അത് ഒരു ശാപത്തിലേക്ക് പോകുവാനിടയായി. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കിയത് അവന് വേണ്ടിയാണ്. എപ്പോഴും സൃഷ്ടികർത്താവ് അവൻ്റെ സൃഷ്ടിയേക്കാളും വലുതായിരിക്കും എന്തൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നാലും. നിങ്ങൾ മറക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ തിരിച്ചറിവിൻ്റെ വിഷയത്തിൽ, എന്തുകൊണ്ടെന്നാൽ ശിഷ്യന്മാരും ഈ യേശുവിനെ ഉണർത്തുവാൻ പോയി. പക്ഷെ യേശു ആ സമയത്ത് വിശ്രമത്തിലായിരുന്നു. അവൻ അറിഞ്ഞിരുന്നു അവൻ ആരാണെന്ന്, സൃഷ്ടി അറിയുന്നു അവൻ ആരാണെന്ന്. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ഒരു കാര്യം നിങ്ങൾ ധ്യാനിക്കുക, അത് നിങ്ങളുടെ തിരിച്ചറിവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ആരാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മറന്നു പോകാതിരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന്. പ്രശ്നങ്ങൾ ഉണ്ടാകാം, അത് നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെയോ കാര്യത്തിലായിരിക്കാം. പക്ഷെ അതിൻ്റെ എല്ലാ ഉത്തരം വരും നിങ്ങളുടെ തിരിച്ചറിവ് പിടിച്ചുകൊള്ളുമ്പോൾ. ഇതിനോടുകൂടെ ഇന്ന് നമ്മളിവിടെ നിർത്താം. എന്തൊക്കെ നമ്മൾ പഠിച്ചോ, എനിക്ക് ഓർമ്മയുണ്ട്, ഇന്നലെ എനിക്ക് കോൾ വന്നപ്പോൾ നിങ്ങൾക്കറിയാമോ, എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ചുറ്റും വരുന്ന സാഹചര്യങ്ങൾ അതൊരു ചോദ്യവുമായാണ് വരുന്നത്. ആ സമയത്ത് നമ്മൾ മറന്നു പോകരുത് നമ്മൾ ആരാണെന്ന്. ഏത് രീതിയിൽ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നുവോ അതാണ് കാണിക്കുന്നത് നമ്മൾ ആരാണെന്ന്. നമ്മുടെ വിശ്രമം ഇതാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ അനാഥരല്ല, നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. അവനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു സമയം വരും നമ്മൾ അത് വെള്ളത്തിൻ്റെ മേളിൽ നടക്കും. അവിടെ നമ്മൾ താണു പോയാലും അവൻ അവിടെ നമുക്ക് വേണ്ടിയുണ്ട് നമ്മളെ അവിടുന്ന് പൊക്കിക്കൊണ്ടുവരാൻ. ഏറ്റവും ആദ്യം ആ പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങൾ മനുഷ്യനെ പോലെ പ്രതികരിക്കാതിരിക്കുക.
എന്തുകൊണ്ടെന്നാൽ അവരുടെ പ്രതികരണം അത് വ്യത്യസ്തമാണ്. ഒരു പുത്രൻ സ്വർഗത്തിൽ നിന്ന് ജനിച്ചതാണ്. നമ്മുടെ ജീവിത രീതി അത് വ്യത്യസ്തമാണ് ഈ ലോകത്തിലുള്ളവരുടെ ഇതിൽ നിന്നും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഏറ്റവും ആദ്യം പ്രശ്നങ്ങൾ വന്നത് അത് ആരുടെ ചെവിയിലാണ് വന്നത്? അതൊരു പുത്രന്റെ ചെവിയിലാണ് വന്നത്. യേശു ആ പ്രശ്നങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് പ്രതികരിച്ചത്? അവനൊരിക്കലും ഭാരപ്പെട്ടില്ല. അവനെപ്പോഴും സമാധാനത്തിലായിരുന്നു, ദീർഘക്ഷമയിലായിരുന്നു. എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം അവൻ്റെ തിരിച്ചറിവിലൂടെയാണ് അതിന് ഉത്തരം നൽകുന്നത്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. മരണം വഴിയിൽ വരുമ്പോൾ അവന് പറയുകയാണ്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നുവെന്ന്. ഇരുട്ട് അന്ധകാരം വരുമ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്തെങ്കിലും നിങ്ങളുടെ നഷ്ടപ്പെടുന്നുവെങ്കിൽ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഒരു പുത്രൻ്റെതൊന്നും ദൈവം എനിക്ക് തന്നതൊന്നും നഷ്ടപ്പെടുകയില്ല എന്ന്. എത്രയധികം നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവ് പിടിച്ചുകൊള്ളുന്നു ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പ്രശ്നങ്ങൾ ഓടിപ്പോകുന്നത്. നമ്മൾക്ക് യുദ്ധം അത് ആത്മീയ കാര്യങ്ങളുമായാണ്. സൃഷ്ടി അറിയുന്നു നിങ്ങൾ ആരാണെന്ന്, അത് പാപത്തിലൂടെ അനുസരണക്കേടിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സൃഷ്ടിയുടെ മുകളിൽ, നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മുകളിൽ അധികാരം നടത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് നിങ്ങൾ ആരാണെന്ന്. എത്രയധികം നിങ്ങളുടെ തിരിച്ചറിവ് പിടിച്ചുകൊള്ളുന്നുവോ, വിശ്രമത്തിൽ നിലനിൽക്കുന്നുവോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കും. എന്തുകൊണ്ടെന്നാൽ അതിനെ നിങ്ങൾ ഇളക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ അറിയുന്നു നിങ്ങൾ ആരാണെന്ന്. എല്ലാ കാറ്റും കൊടുങ്കാറ്റും നിങ്ങളുടെ വാക്കനുസരിക്കും. യേശു എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ജീവിക്കുന്നു. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പ്രശ്നം നിങ്ങളുടെ ചെവിയിൽ വരുമ്പോൾ ആ പ്രശ്നങ്ങളുമായി ഈ ലോകത്തിൽ ഓടരുത്. ഏറ്റവും ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ വാഗ്ദത്തങ്ങൾ നോക്കുക. നിങ്ങളുടെ വിഷയത്തിൽ എഴുതിയിരിക്കുന്നത് വചനത്തിൽ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ പ്രവൃത്തി ഇതാണ്, ഞാൻ വചനത്തിൽ പോയി ആ വാഗ്ദത്തങ്ങൾ നോക്കുമ്പോൾ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എത്രയധികം ഞാൻ ഇതിനെക്കുറിച്ച് നോക്കുന്നുവോ, ഞാൻ ആരാണ് എന്ന്, ആ സമയത്ത് ആ പ്രശ്നം അത് അവിടെ നിന്ന് നീങ്ങിപ്പോകുവാനിടയാകും. എൻ്റെ ലാപ്ടോപ്പ് പോയപ്പോൾ ഞാൻ ഈ വാഗ്ദത്തം പിടിച്ചു, ഒരു പുത്രൻ്റെതൊന്നും നഷ്ടമാകുകയില്ല. ഞാൻ ആ തിരിച്ചറിവിൽ നിന്നപ്പോൾ ആ ലാപ്ടോപ്പ് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരുവാനിടയായി. ഞാൻ പുത്രനാണ്, അതുകൊണ്ട് ഒരു രോഗവും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് തൊടുകയില്ല. ആ തിരിച്ചറിവിലൂടെ ആ ക്യാൻസർ അത് പോകുവാനിടയായി. ആ ഉത്തരം ആ തിരിച്ചറിവുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ഉത്തരം അതെപ്പോഴും പുത്രനിൽ മാത്രമാണ്. വരൂ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ ആത്മീയ ദശാംശം അത് നമുക്ക് അർപ്പിക്കാം. നിങ്ങൾ നന്ദി അർപ്പിക്കുക. എല്ലാ വളർച്ചയും നിങ്ങളുടെ പ്രാണനിൽ ഇന്ന് ലഭിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നോട് കൂടെ ഏറ്റുപറയുക. സ്വർഗീയ പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാണ്. യേശുവേ, അങ്ങ് എൻ്റെ മഹാപുരോഹിതനാണ്. ഇന്ന് വചനം കേട്ടതിലൂടെ ആത്മീയ വളർച്ച ഉണ്ടായതിൻ്റെ 10% ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. നിങ്ങൾ എന്നോട് കൂടെ നന്ദി അർപ്പിക്കുക. എല്ലാ ഉയർച്ചകൾക്കും വേണ്ടി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചതിന് നിങ്ങൾ നന്ദി അർപ്പിക്കുക. എവിടെ നിങ്ങൾ ഇരിക്കുന്നു അവിടെ ഏറ്റുപറയാൻ തുടങ്ങുക. Amen. I'm just going to stop this 1 minute.